നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നുമായിട്ടൊക്കെ ചർച്ച ചെയ്തതാണ് CJPയുടെ സമരമല്ല, ഒരു അലങ്കോലവും, ഡൽഹിയിലെ ജന്തർ മന്ദർ അലങ്കോലവും, പിന്നെ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കാനിരുന്ന കേസുകൾ, അത് നൽകിയ ഉറപ്പിൻ്റെ പേരിൽ ആ കേസുകൾ പിൻവലിക്കുന്നു. അതത് സംസ്ഥാന സർക്കാരുകൾ അവർ വ്യക്തിപരമായി തീരുമാനമെടുക്കുന്ന കേസുകൾ പിൻവലിക്കാൻ, പിന്നെ കേരള സർക്കാരും ഇതനുസരിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ നൽകിയ ഒരു കത്ത് പ്രകാരം മുഖ്യമന്ത്രി അത് ആഭ്യന്തരമന്ത്രിക്ക് ഈ കേസുകളൊക്കെ പരിശോധിച്ച് പിൻവലിക്കാനായിട്ട്, കേരളത്തിലെടുത്ത കേസുകൾ പിൻവലിക്കാൻ അനുമതി നൽകുന്നു. പക്ഷേ 2500-ഓളം ക്രിമിനലുകൾ ഇതിനിടയിൽ പെട്ടിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് ഇതിന് ഇടയ്ക്ക് വരുന്നു. ഈ ക്രിമിനലുകൾ ഡൽഹിയിലുള്ളവരല്ല, പല സംസ്ഥാനങ്ങളിലായിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ അതത് സംസ്ഥാനങ്ങളിൽ കേസെടുക്കുമോ അതോ ഡൽഹി പോലീസ് കേസെടുക്കുമോ എന്നായിരുന്നു നമ്മുടെയൊക്കെ സംശയം. അതും ആ കേസും എടുക്കാൻ സാധ്യമല്ല, അതൊക്കെ പിൻവലിക്കാമെന്നൊരു ഉറപ്പ് CJP നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. ശരിക്കും ഇപ്പോൾ സുപ്രീം കോടതി അതിൽ ഇടപെട്ടിരിക്കുന്നു അല്ലേ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അല്ല, ഈ കേസുകൾ പിൻവലിക്കും എന്ന് പറയുന്നത് അത് എത്രത്തോളം ശരിയാണ്? അങ്ങനെ നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അങ്ങനെ അങ്ങ് കേസ് ഏകപക്ഷീയമായിട്ട് സർക്കാരിന് പിൻവലിക്കാൻ കഴിയും? രാഷ്ട്രീയ കേസുകൾ പിൻവലിക്കാം, ശരി തന്നെ. പക്ഷേ അതും അങ്ങനെ അങ്ങ് പിൻവലിക്കാൻ കഴിയുമോ? കോടതിയിൽ ചെന്ന് കോടതിയോട് പറഞ്ഞ് സർക്കാർ ഇതിൽ നിന്ന് പിൻവാങ്ങാൻ ആഗ്രഹിക്കുന്നു, കോടതി അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിനൊരു പ്രൊസീജിയറുണ്ട്. ഇവിടെ ഈ കേസ് തുടക്കം തൊട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാർത്ഥികൾക്കെതിരായിട്ട് കേസെടുക്കില്ല, എടുത്ത കേസുകൾ പിൻവലിക്കും. അങ്ങനെയല്ല. ഒരു പോലീസ് ഇപ്പോൾ എവിടെയാണെങ്കിലും ശരി, ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകുമ്പോൾ പോലീസ് കേസെടുക്കും. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് UDF സർക്കാരാണ്, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള. പക്ഷെ കോൺഗ്രസ് ഒരു പ്രക്ഷോഭം നടത്തുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ രാജ്ഭവനിലേക്ക്, നമ്മുടെ ലോക് ഭവനിലേക്ക് ഒരു ധർണ നടത്തുന്നു. അവിടെ അത് ഉദ്ഘാടനം ചെയ്യുന്നു. KPCC പ്രസിഡൻ്റാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷേ പോലീസ് അതിന് കേസെടുക്കും. ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കേസെടുക്കും. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം. അപ്പോൾ അത് കോൺഗ്രസ് ഭരിക്കുന്ന പാർട്ടി നടത്തിയാലും ശരി, അതിനെതിരെ കേസെടുക്കും. ഇത് പോലീസിൻ്റെ ഒരു നോർമൽ പ്രൊസീജിയറാണ്. ഇവിടെ അത്തരത്തിലുള്ള കേസുകളുണ്ട്. അതിന് പുറമെയാണ് പോലീസിനെ ആക്രമിച്ചത്, പോലീസ് വാഹനങ്ങൾ തല്ലിത്തകർത്തത്, പൊതുമുതൽ നശിപ്പിച്ചത്. ഇതൊക്കെ അതിന് പുറമേ ഉള്ള കേസുകളാണ്. 240 പോലീസുകാരാണ് പരിക്കേറ്റത്. എത്ര പേരുടെ നില ഗുരുതരമായി. ഒരു വനിതാ പോലീസുകാരി മരിച്ചു എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ മാത്രം വന്നതുകൊണ്ട് ഞാൻ ആ വാർത്ത വിശ്വസിക്കുന്നില്ല. എന്തായാലും ഒരു വനിതാ കോൺസ്റ്റബിള്, ഗർഭിണിയായിരുന്ന വനിതാ കോൺസ്റ്റബിൾ, 4 മാസം ഗർഭിണിയായിരുന്ന വനിതാ കോൺസ്റ്റബിളിന് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ദാരുണമായൊരു സംഭവമാണ്. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി അക്രമങ്ങൾ നടന്ന ഒരു സംഭവത്തിൽ കേസെടുക്കില്ല എന്ന് പറയാൻ എങ്ങനെ കഴിയും നമുക്ക്? ഈ സമരം ചെയ്തവർ ഇങ്ങനെ കേസെടുക്കരുത്, സുപ്രീം കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട്, സുപ്രീം കോടതി ആരാ കേസെടുക്കുന്നതിനെ കുറിച്ച് പറയാൻ എന്നൊക്കെ ചോദിച്ചാണ് രംഗത്ത് വരുന്നത്. ഈ രാജ്യത്തെ നിയമം എന്താണെന്നും ഇവിടുത്തെ നിയമ സംവിധാനം എന്താണെന്നും ഒരു ബോധവും ഇല്ല ഇവർക്ക്. ഏറ്റവും കൂടുതൽ വിരോധം സുപ്രീം കോടതിയാണല്ലോ. കാരണം അന്ന് പക്ഷെ ആ പാർട്ടി ഉദയത്തിന് തന്നെ കാരണം സുപ്രീം കോടതിയാണ്. അതെ, സുപ്രീം കോടതി വ്യാജ ഡിഗ്രിയുമായിട്ട് വന്ന് കോടതികളിൽ വന്ന് വാദിക്കുന്ന അഭിഭാഷകരെ കുറിച്ചാണ് പറഞ്ഞത് പാറ്റകളെന്ന്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് കുറേ എണ്ണം അങ്ങ് ഇറങ്ങി. അതെന്തോ ആകട്ടെ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിലൊരു ഹർജി ചെന്ന് അതിന്ന് പരിഗണിച്ചിട്ടല്ലോ. ഇന്ന് 2ാമത്തെ ദിവസമാണ് വാദം കേൾക്കുന്നത്. ആദ്യം അത് പരിഗണിച്ച സമയത്ത് സുപ്രീം കോടതി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇത് 3-ാം തീയതി വീണ്ടും ഹർജി പരിഗണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിലപാടെടുത്തു. അതായത് നമ്മുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു, സുപ്രീം കോടതി മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സമ്മതമാണ്, ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. അതായത് സുപ്രീം കോടതി പറഞ്ഞല്ലോ, 18 വയസ്സിന് താഴെയുള്ളവർ, പ്രായപൂർത്തിയാകാത്ത, ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ആൾക്കാരെ അവരെ കേസിൽ പെടുത്തരുത്. അവർ വന്ന് സമരം ചെയ്തിട്ട് പോയവരാണ്. അതിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ മാറ്റി നിർത്തണം, അവർക്കെതിരെ കേസെടുക്കാം. പക്ഷേ അല്ലാത്ത ആൾക്കാർക്കെതിരെ കേസെടുക്കരുത് എന്നൊക്കെ കുറേ മാനദണ്ഡങ്ങൾ, കുറേ ഡയറക്ഷൻസ് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് സമ്മതമാണ്.
പിന്നെ സംസ്ഥാനങ്ങളിൽ എടുത്ത കേസുകളെക്കുറിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം. അതും തുഷാർ മേത്ത മേടിച്ചു. പക്ഷേ എല്ലാ കേസുകളും പിൻവലിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബംഗാളിൽ പിടിയിലായിരിക്കുന്ന ഒരു കൊടും ഭീകരൻ, അവൻ വന്നത് അവിടുത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ കൊലപ്പെടുത്താൻ മാത്രമല്ല, ഈ അവനെ ചോദ്യം ചെയ്തപ്പോൾ ജന്തർ മന്ദറിലെ സമരത്തിനകത്ത് നുഴഞ്ഞു കയറിയ ആൾക്കാരെക്കുറിച്ച്, അവർ നടത്താൻ ഉദ്ദേശിച്ച അട്ടിമറിയെക്കുറിച്ചൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് പോലീസിന്. അപ്പോൾ പോലീസിൻ്റെ വക്കീല് അല്ലെങ്കിൽ ഗവൺമെൻറ് വക്കീലായിരിക്കുന്ന ആൾ എങ്ങനെ പറയും ഈ കേസുകളെല്ലാം ഞങ്ങൾ പിൻവലിക്കാമെന്ന്? അത് അങ്ങനെ പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എല്ലാ കേസുകളും പിൻവലിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്ന്, സുപ്രീം കോടതി അപ്പോൾ ഈ ഇതെല്ലാം കേട്ടതിന് ശേഷം സംസ്ഥാനങ്ങളിലെടുത്ത കേസുകളെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം. അവിടെ അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് കേസുമായിട്ട് മുന്നോട്ട് പോകാം. അക്രമം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ പിള്ളേരെ ചുമ്മാ ഈ പറഞ്ഞ പോലെ ഗതാഗത തടസ്സം ഉണ്ടാക്കി, പിന്നെ അവിടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് സമയത്തെ സമരമല്ലേ ഉള്ളൂ. സർക്കാരിന് വേണമെങ്കിൽ അത് വെറുതെ വിടാം, അതിനകത്ത് ഇടപെടണ്ട. ഇനിയിപ്പോൾ കുഴപ്പമില്ല, സർക്കാരിന് ആ FIR അങ്ങ് സ്ക്വാഷ് ചെയ്താൽ മതി, അതിനുള്ള നടപടികളിലേക്ക് കടന്നാൽ മതി. അത് അങ്ങനെ തീരുമാനിച്ചു. രണ്ടാമത്തത്, സുപ്രീം കോടതി പറഞ്ഞത് ഈ എല്ലാ കേസുകളും പിൻവലിക്കാൻ പറ്റില്ല എന്നാണല്ലോ ഇവർ പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത്. അതിന്മേലൊരു തീരുമാനം വരും. അത് 18-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ പറയാം. എന്ന് വെച്ചാൽ ആ കേസ് തുടർന്നോളൂ എന്നാണ് അർത്ഥം. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ സുപ്രീം കോടതി തന്നെ ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഉള്ള ഒരു സമിതി, ഒരു അന്വേഷണ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം ഹർജി പരിഗണിച്ച ദിവസം തന്നെ പറഞ്ഞു. അതിൽ 18-ാം തീയതി തീരുമാനം ഉണ്ടാകും. അങ്ങനെ അതാരായിരിക്കും, അതിനെക്കുറിച്ച് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസിനെ നിയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സുപ്രീം കോടതി, കാരണം ഇത് പെട്ടെന്നങ്ങ് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, അവരുടെ അടുത്തും കൂടെ ചോദിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സുപ്രീം കോടതി 18-ാം തീയതി കേസ്, അന്ന് വിധിയും വരും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഹർജിയാണല്ലോ. അപ്പോൾ ഇത് വളരെ ചെറിയൊരു കാര്യമല്ലേ, അതങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ. അപ്പോൾ അന്ന് 18-ാം തീയതി വിധി പറയും. പിന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ എല്ലാ കേസുകളും പിൻവലിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇന്ന് ഈ കേസ് പരിഗണിച്ചതിന് ശേഷം നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഒരു അന്വേഷണ കമ്മീഷനെ, സ്വതന്ത്ര അന്വേഷണ കമ്മീഷനെ നിയോഗിക്കും എന്ന് പറഞ്ഞപ്പോൾ CJPക്കാരെന്താ പറഞ്ഞത്? അതൊന്നും പറ്റത്തില്ല, ഇവിടെ അങ്ങനെ സ്വതന്ത്ര അന്വേഷണ കമ്മീഷനൊന്നും വേണ്ട, ഞങ്ങളെന്ത് തോന്നിയ ദിവസവും കാണിക്കും. അതുകൊണ്ട് നിങ്ങളാരും പിന്നെ അതും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ട. ആലോചിച്ച് നോക്കൂ, നമ്മുടെ പരമോന്നത നീതിപീഠത്തോട് എത്ര ധാർഷ്ട്യവും എത്ര ധിക്കാരപരവുമായിട്ടാണ് ഇവർ പെരുമാറുന്നത്. സമാന്തരമായിട്ട് അവരൊരു ഭരണ സംവിധാനം ഒന്നും പറയുന്നുമില്ല. അല്ല, സമാന്തരമായിട്ട് അവരെന്ത് ഭരണ സംവിധാനം പറയാം. രാജേഷ് ജി, ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു രജിസ്ട്രേഡ് പാർട്ടിയാണോ? അല്ല, ഒരു പ്രോജക്റ്റാണത്. അതൊരു പ്രോജക്റ്റാണ്, അതൊരു പദ്ധതിയാണ്. അതായത് നമ്മുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയോ ഇരുന്ന് ആരൊക്കെയോ ചരട് വലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ആരൊക്കെയോ പണം പമ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം. അതിനപ്പുറത്തോട്ട് അതിലൊന്നുമില്ല. സത്യത്തിൽ ഇവന്മാരെ എല്ലാം പൊക്കി, ഇതിൻ്റെ നേതാക്കളെല്ലാം പൊക്കി അകത്തിടണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ധർമ്മേന്ദ്ര പ്രധാനാണോ ചോർത്തിയത്? അല്ല, ചോർത്തിയത് ഉദ്യോഗസ്ഥരും അധ്യാപകരും ഒക്കെ ഉണ്ട്. അവരെല്ലാം കണ്ടെത്തി. അത് കണ്ടെത്തിയതാരാ? സർക്കാർ ഏജൻസി തന്നെയാണ് കണ്ടെത്തിയത്. അല്ലാതെ ഇവരാരും അല്ല പറഞ്ഞത് ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷമല്ല രംഗത്ത് വന്നത്. അപ്പോൾ അങ്ങനെ വന്ന ആ സംവിധാനത്തിലുള്ള ആൾക്കാരെല്ലാം നിയമ നടപടിക്ക് വിധേയമാക്കിയിട്ടും ഈ പിള്ളേരെന്താ ചെയ്തത്? പുതിയ നിയമം നിർമ്മിക്കണം. ശരി, നിയമം നിർമ്മിച്ചു. പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ശരിയാണ്, ധർമ്മേന്ദ്ര പ്രധാൻ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടതാണ്. അതൊരു കീഴ്വഴക്കമാണ്. നമ്മൾ വളരെ പണ്ട് തൊട്ടേ, ഇപ്പോൾ ഒരു ട്രെയിൻ അപകടം ഉണ്ടായി, അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി രക്ഷാപ്രവർത്തനം എല്ലാം കഴിഞ്ഞ് അതിന് നേതൃത്വമൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്ന് അദ്ദേഹം നേരെ
രാജിക്കത്ത് കൊടുത്തു. അതെന്തിനാണെന്നാണ് അല്ല, അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത്. അല്ല, അതുകൊണ്ട് ഒന്നും കിട്ടുന്നതല്ല. അതായത് നമ്മളിപ്പോൾ ഇതൊരു സിസ്റ്റമാണ് അല്ലേ? ആ സിസ്റ്റത്തിന് ഫ്രം ടോപ്പ് ടു ദ ബോട്ടം, ഏറ്റവും തലപ്പത്ത് മുതൽ താഴെ തട്ട് വരെ ഒരു കണ്ണിയായിട്ടൊരു ചങ്ങല പോലെ പോവുകയാണ്. അപ്പോൾ അവിടെ അതിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു കുറ്റം ചെയ്താൽ അല്ലെങ്കിൽ ഒരു വീഴ്ചയുണ്ടായാൽ തീർച്ചയായിട്ടും അതിന് തൊട്ട് മുകളിലിരിക്കുന്നയാളും അതിന് മുകളിലിരിക്കുന്നയാളും എല്ലാം അത് അറിയണം, അയാളെ തിരുത്തണം. അപ്പോൾ അവരുടെ മുകളിലിരിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് താഴെ തട്ടിലുള്ളവർ എന്തെങ്കിലുമൊക്കെ അന്യായം ചെയ്താൽ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് നടപടി വരണം. അപ്പോൾ ഈ മുകളിലിരിക്കുന്ന ആളിന് ഞാൻ പിന്നെ തഹസീൽദാറാണ്, അല്ലെങ്കിൽ ഞാൻ സൂപ്രണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കളക്ടറാണ് എന്ന് പറഞ്ഞ് അവിടെ വെറുതെ ഇരിക്കാനല്ല കസേര കൊടുത്തിരിക്കുന്നത്. അവരവിടെ ഇരുന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ചെയ്യുന്നതിൽ മനഃപൂർവ്വമോ അല്ലാതെയോ വീഴ്ച വരുമ്പോഴാണ് താഴെത്തട്ടിൽ കുഴപ്പങ്ങൾ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മുകൾ തട്ടിലിരിക്കുന്നവർ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. എല്ലായ്പ്പോഴും അവരുടെ ശ്രദ്ധ എല്ലായിടത്തും ചെല്ലണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ സങ്കല്പം അതാണ്, അവർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞു, ഞാൻ മന്ത്രിയാണ്, ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഇങ്ങനൊരു അപകടം ഉണ്ടാകാൻ പാടുള്ളതല്ല, ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വലിയ കുറ്റബോധം ഉണ്ടായി. കാരണം ഞങ്ങൾ കാരണമാണല്ലോ ഈ മനുഷ്യൻ രാജിവെച്ചത്. അപ്പോൾ താഴെയുള്ളവർക്ക് തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അവർ കൂടുതൽ ജാഗരൂകരാകും, കൂടുതൽ ജാഗ്രത കാണിക്കും. അങ്ങനെ ഒരു ക്രിയാത്മകമായ ഒരു ചലനം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പോൾ പിന്നെ ഈ സമരം നയിച്ച ഇവർക്ക് സമരത്തിനകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലേ? ഈ വന്ന ആൾക്കാർക്ക് മുഴുവനും ആഹാരം കൊടുത്തത് ആരാണ്? എന്തായാലും ഈ ആഹാരം കൊടുക്കാൻ വന്ന മുഹമ്മദ് ജുനൈദ്, യു.പിയിൽ നിന്ന് വന്നയാൾ, അയാളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തല്ലല്ലോ കൊടുത്തത്. ഈ ആഹാരം കൊടുക്കാൻ വന്ന മുഹമ്മദ് ജുനൈദ് അതിനുള്ള പണം എവിടെ നിന്ന് കിട്ടിയെന്നും കൂടി പറയണ്ടേ? ഈ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജുനൈദിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്താണോ ആഹാരം കൊടുത്തത്? അല്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു പല പുതിയ വിവരങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സോളിസിറ്റർ ജനറൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് വരട്ടെ, 18-ാം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. സുപ്രീം കോടതി എന്തായാലും ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷനെ കോടതി നിയോഗിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അങ്ങനെ എല്ലാ കേസുകളും പിൻവലിക്കാൻ പോകുന്നില്ല. ഇനി CJP എത്ര കടന്ന് തുള്ളിയാലും ശരി, അതിനൊന്നും സുപ്രീം കോടതി നിയമത്തിൻ്റെ വഴിക്കേ നീങ്ങുള്ളൂ. നിയമവാഴ്ചയുള്ള രാഷ്ട്രമാണ്. ആ നിയമവാഴ്ച അട്ടിമറിക്കാൻ ഒരു ശക്തിയെയും സുപ്രീം കോടതി അനുവദിക്കില്ല. കാരണം ഈ ഒരു കേസിൽ വിട്ടുകൊടുത്താൽ, ഈ ഒരു ഇത്തരത്തിൽ സുപ്രീം കോടതിക്ക് അതീതമായി CJP അല്ലെങ്കിൽ ഇത്തരമൊരു കൂട്ടായ്മ പോകുന്നൊരു തോന്നൽ രാജ്യത്തെ മറ്റ് വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയെടുത്താൽ ഇതിപ്പോൾ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മ, ഇനി സാമുദായികമായി മതപരമായിട്ട് അങ്ങനെയുള്ള വർഗീയ കൂട്ടായ്മകൾ ഇനി ഒരുമിച്ചിറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ ന്യായീകരിക്കേണ്ടി വരും. അതിനൊക്കെ പ്രത്യേകം ഉണ്ടാക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ സംഭവിക്കില്ല. അത് നല്ലതുമല്ല. അതുകൊണ്ട് തന്നെ കോടതി ഈ കാര്യത്തിൽ വളരെ കർക്കശമായ നിലപാടെടുക്കും. CJP അല്ല, ഏത് JP ആണെങ്കിലും ശരി, ഈ പറഞ്ഞതുപോലെ അനുസരിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ നിയമത്തിന് എതിരായിട്ട് ഞങ്ങൾ സുപ്രീം കോടതിക്കും മേളിലാണ് ഞങ്ങൾ എന്ന ആ വാദമൊന്നും വേണ്ട. അത്ര വലിയ ആൾക്കാരൊന്നും അല്ല നിങ്ങളാരും. അതുകൊണ്ട് കൃത്യമായിട്ട് സുപ്രീം കോടതി, പരമോന്നത നീതിപീഠം ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാർ നടപ്പാക്കുക തന്നെ ചെയ്യും.